ഇസ്ലാമിൽ രക്ഷയ്ക്ക് ഒരു വഴിയേ ഉള്ളൂ. അതോ സ്വർഗത്തിലേക്കെത്താൻ ഒരുപാട് വഴികളുണ്ടോ? ഇതൊരു സാധാരണ ചോദ്യമല്ല. കാരണം ഇത് വെറുമൊരു വിശ്വാസത്തിന്റെ കാര്യമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നൊരു ചോദ്യമാണ്. വാരുങ്ങൾ, നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. റൂസോയുടെ ഈ വാക്കുകൾ ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്, അല്ലേ? കാരണം മറ്റൊരാൾക്ക് മരണശേഷം എന്ത് സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ അത് അവരോട് നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ സ്വാധീനിക്കും. അപ്പൊ ചോദ്യം ഇതാണ്: നമ്മുടെ വിശ്വാസങ്ങൾ സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് ഒരു തടസ്സമാകുമോ? ഓക്കെ, അപ്പൊ ഈയൊരു വലിയ വിഷയം നമുക്ക് 5 ഭാഗങ്ങളായിട്ടൊന്ന് നോക്കാം. ആദ്യം ഇതിലെ പ്രധാന പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ ചരിത്രപരമായി പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിരുന്നതെന്നും അതിന്റെ തെളിവുകൾ നമ്മൾ പരിശോധിക്കും. അതിനുശേഷം ഇതിനെതിരെയുള്ള ബഹുസ്വരവാദവും അവസാനം ഒരു പരിഹാര സാധ്യതയും നമ്മൾ വിലയിരുത്തും. നമ്മുടെ ആദ്യത്തെ ഭാഗം: മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളൊരു വിശ്വാസത്തിന് ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? റൂസോ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇതാണ് ശരിക്കുമുള്ള പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ വഴി മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റൊരു വഴി പിന്തുടരുന്ന ഒരാളെ പൂർണ്ണമായും ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയുമോ? ഈയൊരു ധാർമ്മികമായ ചോദ്യമാണ് ഈ ചർച്ചയുടെ എല്ലാം കാതൽ. അപ്പോ പണ്ടുകാലത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനുപറ്റി എന്താണ് ചിന്തിച്ചിരുന്നത്? അവരുടെ മറുപടി കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. കാരണം ആ വിഷയത്തിൽ അവർക്കിടയിൽ ഒരു തർക്കവുമില്ലായിരുന്നു. ഏതാണ്ട് പൂർണ്ണമായ യോജിപ്പായിരുന്നു. അതായത് ഷിയ ആയാലും സുന്നി ആയാലും യുക്തിവാദികളായ മുഅ്തസിലകളായാലും പാരമ്പര്യവാദികളായ അശരികളായാലും ഏത് ഗ്രൂപ്പ് എടുത്താലും അവർക്കെല്ലാം ഒരേയൊരു അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ: ഇസ്ലാമിന്റെ സന്ദേശം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടും അത് തള്ളിക്കളയുന്ന ഒരാൾക്ക് രക്ഷയില്ല. ഈ ഒരു ഏകാഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നെങ്കിൽ പിന്നെന്തിനായിരുന്നു തർക്കം, അല്ലേ? നല്ല ചോദ്യമാണ്. അവരുടെ ചർച്ചകൾ കുറച്ചുകൂടി സൂക്ഷ്മമായ കാര്യങ്ങളിലായിരുന്നു. ഉദാഹരണത്തിന്, ഇസ്ലാമിനെക്കുറിച്ച് ജീവിതത്തിലൊരിക്കലും കേൾക്കാത്ത ഒരാളുടെ കാര്യം എന്താകും? ഇമാം ഗസ്സാലിയുടെ ഈ വർഗീകരണം ആ സൂക്ഷ്മമായ ചർച്ചകൾക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അദ്ദേഹം ആളുകളെ 3ആയിട്ട് തിരിച്ചു. ഒന്നാമത്തെ കൂട്ടർ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടിട്ടേയില്ലാത്തവരാണ്. അവർക്ക് ദൈവം പൊറുത്തുകൊടുക്കും. രണ്ടാമത്തെ കൂട്ടർ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടത് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അവരെയും ദൈവം ശിക്ഷിക്കില്ല. എന്നാൽ മൂന്നാമത്തെ കൂട്ടരുണ്ട്, സത്യമെന്താണെന്ന് ശരിയായ രൂപത്തിൽ അറിഞ്ഞിട്ടും അതിനെ നിഷേധിച്ചവർ. അവർക്ക് രക്ഷയില്ലെന്നാണ് ഗസ്സാലി പറയുന്നത്. ഈ ഒരേ അഭിപ്രായത്തിനുള്ളിൽ തന്നെ എത്ര വ്യത്യസ്തമായ ചിന്തകളായിരുന്നു എന്ന് നോക്കിക്കേ. ഒരു ഭാഗത്ത് മുഅ്തസിലകൾ പറഞ്ഞു, ദൈവീക സന്ദേശം കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന്. മറുഭാഗത്ത് അശ്ശരികൾ പറഞ്ഞു, അല്ല, ദൈവീക വെളിപാടില്ലാതെ യുക്തിക്ക് മാത്രം നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല എന്ന്. കണ്ടില്ലേ, 2 കൂട്ടരും ഇസ്ലാമാണ് രക്ഷാമാർഗമെന്ന് വിശ്വസിച്ചു. പക്ഷേ സന്ദേശം കിട്ടാത്തവരുടെ കാര്യത്തിൽ അവരുടെ വഴികൾ 2ആയി. അപ്പോ എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഇത്ര ഉറപ്പായിട്ട് ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ചത്? അത് വെറുതെ അവരൊരു അഭിപ്രായമായിരുന്നില്ല. അതിന് ഖുർആനിൽ നിന്ന് തന്നെ അവർക്ക് ശക്തമായ തെളിവുകളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ തെളിവുകളെന്ന് നോക്കാം. അവർ പ്രധാനമായിട്ടും 4 തരം തെളിവുകളാണ് ഖുർആനിൽ നിന്ന് എടുത്തു കാണിക്കുന്നത്. ഇസ്ലാം മാത്രമാണ് ദൈവം അംഗീകരിക്കുന്ന മതം എന്ന് നേരിട്ട് പറയുന്ന വചനങ്ങൾ. പ്രവാചകനെ നിഷേധിച്ചാൽ ദൈവത്തെ നിഷേധിച്ചതുപോലെയാണെന്ന് പറയുന്നവ. ഖുർആനെ തള്ളിക്കളയുന്നതിനെക്കുറിച്ചുള്ള വചനങ്ങൾ. പിന്നെ മറ്റു മതങ്ങളിലെ ചില അടിസ്ഥാന വിശ്വാസങ്ങളെ വിമർശിക്കുന്ന വചനങ്ങൾ. ഇതിൽ ആദ്യത്തേത് വളരെ ഡയറക്റ്റാണ്. ഖുർആൻ നേരെ പറയുന്നു, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തൊരു ജീവിതരീതിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല എന്ന്. ഇതിൽ ശരിക്കും വ്യാഖ്യാനങ്ങൾക്ക് വലിയ സാധ്യതകളില്ല. രണ്ടാമത്തെ പോയിന്റ് ഒരു തരം പാക്കേജ് ഡീൽ പോലെയാണ്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ ദൈവമയച്ച അവസാനത്തെ പ്രവാചകനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഖുർആൻ അനുസരിച്ച് ദൈവത്തിന്റെ പ്രവാചകന്മാരെ വേർതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവനിഷേധമാണ്. ഇനി 4ാമത്തെ വാദം, അത് കുറച്ചുകൂടി ഡീപ്പാണ്. ഖുർആൻ മറ്റു മതങ്ങളിലെ ചില അടിസ്ഥാന വിശ്വാസങ്ങള്, ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റിയിലെ ത്രിയേകത്വം, അതിനെക്കുറിച്ച് പറയുമ്പോൾ കുഫ്ർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കുഫ്ർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധം എന്നാണർത്ഥം. അപ്പോ ഇതൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് അടിസ്ഥാനപരമായ ഒരു നിഷേധമായാണ് ഖുർആൻ ഇതിനെ കാണുന്നത്.
ഇതുവരെ നമ്മൾ കേട്ടത് ഒരേയൊരു വാദമാണ് അല്ലേ, ആ ക്ലാസിക്കൽ പണ്ഡിതരുടെ ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഇതിനെതിരെയും ശക്തമായ വാദങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിനി കഥയുടെ ആ വശം കൂടി കേൾക്കാം. ഈ ബദൽ ശബ്ദങ്ങൾ പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ് വരുന്നത്. ഒരു വഴി ഇബ്നു അർബിയെപ്പോലുള്ള പഴയ സൂഫികളുടേതാണ്. അവരുടെ വഹ്ദത്തുൽ വുജൂദ് എന്ന ആശയം പറയുന്നത് എല്ലാ സൃഷ്ടികളിലും ഒരേ ദൈവിക യാഥാർത്ഥ്യമാണ് പ്രതിഫലിക്കുന്നത്, അതുകൊണ്ട് എല്ലാ വഴികളും അവസാനം ഒരിടത്ത് തന്നെ എത്തും എന്നാണ്. രണ്ടാമത്തെ വഴി ഖുർആൻ പുനർവായിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ സന്ദേശം ബഹുസ്വരതയാണെന്ന് വാദിക്കുന്ന ആധുനിക പരിഷ്കർത്താക്കളുടേതാണ്. ഈ ആധുനിക ചിന്താഗതിക്കാർ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നൊരു ഖുർആൻ വചനമാണിത്. ഇത് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, യഹൂദരും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും അവരിൽ ആര് ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ അവർക്കെല്ലാം രക്ഷയുണ്ട് എന്നാണ്. ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണെന്നവർ വാദിക്കുന്നു. നിങ്ങളുടെ മതം ഏതാണെന്നതല്ല, നിങ്ങളുടെ വിശ്വാസവും പ്രവൃത്തികളുമാണ് പ്രധാനം. പക്ഷേ പാരമ്പര്യ പണ്ഡിതന്മാർ ഈ വാദത്തെ അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കില്ല. അവർ പറയുന്നത് ഈ വചനം അതിന്റെ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്നാണ്. അവരുടെ അഭിപ്രായത്തിൽ ഈ വചനം മുഹമ്മദ് നബി വരുന്നതിനു മുൻപുള്ള കാലഘട്ടത്തിലെ നല്ല മനുഷ്യരെക്കുറിച്ചാണ്, അല്ലാതെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു പൊതുനിയമമല്ല. അപ്പം നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? ഒരു സൈഡില് വളരെ കർശനമായ ഒരു പാരമ്പര്യ കാഴ്ചപ്പാട്, മറുഭാഗത്ത് നമ്മുടെയൊക്കെ മനസ്സിലെ ചില ധാർമ്മികമായ ചോദ്യങ്ങൾ. ഇത് രണ്ടും തമ്മിൽ ഒരു പാലം പണിയാൻ പറ്റുമോ? പാരമ്പര്യ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സമാധാനം കണ്ടെത്താൻ കഴിയുമോ? നമുക്ക് നോക്കാം. ഇതാണ് ശരിക്കുമുള്ള ഒരു പ്രതിസന്ധി. മദർ തെരേസ പോലെയൊരു ജീവിതം ജീവിച്ച ഒരാൾക്ക് രക്ഷ കിട്ടല്ലേ? ഇത്രയും കാരുണ്യമുള്ളൊരു ദൈവം അങ്ങനെ ചെയ്യോ? ഈ കഠിനമായ ചോദ്യങ്ങൾക്ക് പാരമ്പര്യം തന്നെ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അതാണ് രസകരമായ കാര്യം. അവിടെയാണ് പാരമ്പര്യ പണ്ഡിതന്മാർ തന്നെ മുന്നോട്ടുവയ്ക്കുന്ന രണ്ട് പ്രധാന തത്വങ്ങൾ നമുക്ക് സഹായത്തിനെത്തുന്നത്. ഒന്നാമത്തേത്, ദൈവം ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അയാൾക്ക് സത്യം വ്യക്തമായി മനസ്സിലാവുകയും അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിഷേധിക്കുകയും വേണം. രണ്ടാമത്തേത്, ഒരു പ്രത്യേക വ്യക്തി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് വിധിക്കാൻ മനുഷ്യർക്ക് അധികാരമില്ല. അത് ദൈവത്തിന്റെ മാത്രം തീരുമാനമാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ദൈവശാസ്ത്ര പണ്ഡിതന് ഒരു വഴിയെക്കുറിച്ച് പറയാം, ഇതാണ് ശരിയായ വഴിയെന്ന്. പക്ഷേ ആ വഴിയിലില്ലാത്ത ഇന്നയാൾ നരകത്തിലാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണെന്നും അയാൾക്ക് എന്ത് സാഹചര്യങ്ങളായിരുന്നു എന്നും അറിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താ? പാരമ്പര്യ കാഴ്ചപ്പാടനുസരിച്ച് രക്ഷയിലുള്ള മെയിൻ റോഡ് ഒരെണ്ണമേ ഉള്ളൂ. പക്ഷേ ആ റോഡിലില്ലാത്ത ആളുകളെ അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് തന്റെ അപാരമായ കാരുണ്യം കൊണ്ട് രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ആ ഒരു അവസാന വാക്ക് ദൈവത്തിൻ്റേതാണ്, മനുഷ്യരുടേതല്ല. അപ്പൊ ഈ ഒരു ചർച്ച നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണെത്തിക്കുന്നത്. രക്ഷ എന്ന് പറയുന്നത് കയ്യിലുള്ള മാപ്പ് നോക്കി കൃത്യമായി വഴി നടക്കുന്നത് പോലെയാണോ? അതോ നമ്മുടെ ഹൃദയം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണോ ദൈവം തീരുമാനിക്കുക? ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അടുത്ത തവണ കാണാം. നന്ദി.